ഇതുപോലുള്ള പഴഞ്ചൻ റിംഗ് ടോൺ മാറ്റിയിട്ട് നമുക്കൊരു വെറൈറ്റി പിടിച്ചാലോ? ദാ ഇതുപോലെ. അപ്പോൾ വരിക അങ്ങോട്ട് കിടക്കാം. കസ്റ്റം റിംഗ്ടോൺസ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു തേർഡ് പാർട്ടി ആപ്ലിക്കേഷനും ആപ്പിളിൻ്റെ ഒരു സോഫ്റ്റ്വെയർ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ആ ആപ്ലിക്കേഷൻ്റെ ലിങ്ക് നിൽക്കുകയാണെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്തിട്ട് C4 എന്ന് പറഞ്ഞാൽ എനിക്ക് DM ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എൻ്റെ ലിങ്ക് ഞാൻ അയച്ചു. പേജ് ഫോളോ ആകാതെ നിങ്ങൾക്ക് റിപ്ലൈ കിട്ടത്തില്ല. DM ചെയ്തിട്ട് കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്യുക. ജസ്റ്റ് ഒരു വീഡിയോക്കകത്തെ പാട്ടാണ് നിങ്ങൾക്ക് വേണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു വീഡിയോ ഒന്ന് ഡൗൺലോഡ് ചെയ്ത് നോക്കുക. യൂട്യൂബ് ആയാലും Instagram ആയാലും. ഫസ്റ്റ് ആപ്ലിക്കേഷൻ നിങ്ങളുടെ ഡിവൈസ് ഒന്ന് ഇൻസ്റ്റാൾ ചെയ്തിടുക. സെക്കൻഡ് ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് ഓപ്പൺ ചെയ്യുക. കൺവേർട്ട് വീഡിയോ ടു MP3 ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ട് നമ്മളിപ്പോൾ ഡൗൺലോഡ് ചെയ്ത ആ ഒരു വീഡിയോ ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കും. പ്രോസസിംഗ് കഴിഞ്ഞ് ഓപ്പൺ ആയി വരുന്ന പേജിൽ സേവ് ടു ഫയൽസ് കൊടുത്ത് എന്തെങ്കിലും ഒരു പേരിൽ അവിടെ സേവ് ചെയ്തിടുക. ക്രിയേറ്റ് റിംഗ് ടോൺ ബട്ടൺ ക്ലിക്ക് ചെയ്ത് നമ്മളിപ്പോൾ സേവ് ചെയ്ത ഫയൽ ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. അടുത്ത ഓപ്പൺ ആയി വരുന്ന പേജിൽ റിംഗ് ടോൺ നമുക്ക് എത്ര വേണം എന്നുള്ളതൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുക. മാക്സിമം 30 സെക്കൻഡ്സേ പറ്റുള്ളൂ. അത് നമുക്ക് ഇവിടെ അലൈൻ ചെയ്ത് സെറ്റ് ചെയ്യാൻ പറ്റും. സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഷെയർ ഷീറ്റ് ഓപ്പൺ ആകുമ്പോൾ നമ്മൾ ആദ്യം ഇൻസ്റ്റാൾ ചെയ്ത ആപ്ലിക്കേഷൻ അവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഓപ്പൺ ആയി വരുന്ന പേജിനകത്തുനിന്ന് അവിടെ കൊടുത്തേക്കുന്ന പ്രൊജക്ട് സെലക്ട് ചെയ്ത് ഷെയർ ബട്ടൺ ക്ലിക്ക് ചെയ്ത് റിംഗ് ടോണിലോട്ട് ആഡ് ചെയ്തിടുക. റിംഗ് ടോണിന് ഇഷ്ടമുള്ള ഒരു പേര് വിട്ട് സേവ് ചെയ്തിട്ട് നേരെ സെറ്റിംഗ്സ് ആപ്പിനകത്ത് പോയിട്ട് സൗണ്ട് ആൻഡ് ഹാപ്റ്റിക് സെറ്റിംഗ്സിൽ റിംഗ് ടോൺ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആഡ് ചെയ്തിരിക്കുന്ന റിംഗ് ടോൺ ഫസ്റ്റ് അവിടെ വന്ന് കിടപ്പുണ്ടാവും. ഞാനൊരു എക്സാമ്പിൾ നിങ്ങൾക്ക് കാണിച്ചു തന്നേ ഉള്ളൂ. നിങ്ങൾക്ക് ഏത് പാട്ട് വേണമെങ്കിലും യൂസ് ചെയ്തോ. ഇതുപോലൊക്കെയുള്ള പാട്ട് യൂസ് ചെയ്തിട്ട് ആരെങ്കിലും പിടിച്ച് ചവരെ കയറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്നെ ഒന്നും പറയല്ലേ. ഐഫോൺ യൂസ് ചെയ്ത് നിങ്ങളുടെ ചങ്ങനൊക്കെ ഷെയർ ആയിക്കോ. ശരി, എന്നാൽ അടുത്ത കണ്ടന്റുമായിട്ട് കാണാം.